ഹായ് ഗൈസ്, ഞാനൊരു സിനിമ കണ്ടു. നമ്മുടെ ശരീരം ഇത് ഭയങ്കര വണ്ണമുള്ള ഒന്നാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുകയെന്ന് വിചാരിക്കുക. നമ്മുടെ പല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തള്ളിയിരിക്കുകയാണ്. മൊത്തത്തിൽ അങ്ങോട്ട് വർക്കാവുന്നില്ല. പക്ഷേ നമ്മളെ ആർക്കെങ്കിലും കളിയാക്കാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ പേരിൽ നമുക്ക് വേറൊരാളെ കളിയാക്കാനായിട്ട് പറ്റുമോ? നമ്മുടെ ബോഡിയിൽ ശരിക്കും നമ്മൾ ഇൻസെക്യൂർ ആവേണ്ടതായിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബോഡിയിൽ ഒരിക്കലും നമ്മൾ ഇൻസെക്യൂർ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ശരിക്കും സെൽഫ് കോൺഫിഡൻ്റ് ആവുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ മാത്രമേ നമുക്ക് ത്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ പോയാലും ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനൊരു സിനിമ കണ്ടു. ഒരമ്മയുണ്ട്, പിന്നെ 4 മക്കളുണ്ട്. ഇവരൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഈ അമ്മയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ നല്ല വണ്ണമുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവർ വർഷങ്ങളായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇവർ പുറത്തു പോയിട്ടേയില്ല. ഇവരും ഇവരുടെ ചുറ്റുമുള്ളത് ഇവരുടെ 4 മക്കളും മാത്രമാണ്. ഇവർ പുതിയതായിട്ട് ആരെയും കാണുന്നില്ല, പുതിയൊരു സ്ഥലത്ത് പോകുന്നില്ല. ശരിക്കും പുതിയതായിട്ട് ഇവരൊന്നും ചെയ്യുന്നില്ല. ഇവരുടെ വീട്ടിൽ ലിവിങ് റൂമിൽ ഒരു സോഫയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവരുടെ മക്കൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവർക്ക് ഭക്ഷണം നൽകുന്നത് ഒരു ടേബിളിൽ ഫുഡൊക്കെ നിരത്തി വെച്ചിട്ട് ആ ടേബിൾ കൊണ്ടുവന്നിട്ട് ഇവരുടെ മുമ്പിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഇവരത് കഴിച്ചതിന് ശേഷം ഇവരുടെ മക്കൾ ഈ ടേബിൾ എടുത്തുകൊണ്ടും അങ്ങ് പോവുകയും ചെയ്യും. ഇവരുടെ ലൈഫ് ഇങ്ങനെയാണ്. അവരെങ്ങും പോകുന്നില്ല. ആ വീട്ടിനകത്ത് ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ ലൈഫിൽ ഈ വണ്ണം കാരണം ഒരുപാട് ബോഡി ഷെയ്മിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് കാരണം അവരുടെ ബോഡിയിൽ അവർ ഭയങ്കരമായിട്ട് ഇൻസെക്യൂറാണ്. വേറൊരു വ്യക്തി അവരെ കാണുമ്പോൾ അവരുടെ നോട്ടം പോലും ഭയങ്കര ഇൻസെക്യൂറായിട്ട് അത് എടുക്കാൻ പോലും ഇവർക്ക് പറ്റുന്നില്ല. കാരണം വേറൊരാൾ ഇവരെ നോക്കുന്ന ഒരു കൗതുകത്തോടെയാണ്, അല്ലെങ്കിൽ ഒരു പരിഹാസത്തോടെയാണ്. അയ്യോ, ഇത്രയും വണ്ണമുള്ള ഒരാളൊക്കെ ഉണ്ടോ? ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ബാക്കിയുള്ള വ്യക്തികൾ ഇവരെ നോക്കുന്നത്. അപ്പോൾ അത് ഇവർക്ക് ഭയങ്കര നാണക്കേടായിട്ട് തോന്നുന്നു. ഇവരുടെ കുട്ടികൾക്കൊരു നാണക്കേടായിട്ട് താൻ മാറുന്നുണ്ടോ എന്നൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരുന്ന സിനിമ ഏതാണെന്ന് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. വാട്ട്സ് ഈറ്റിംഗ് ഗിൽബർട്ട് ഗ്രേപ്പ് എന്നാണ് ആ സിനിമയുടെ പേര്. 1993 ഇറങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നു. നമ്മുടെ ജോണി ഡെപ്പും ഡിക്കാപ്രിയോ ഒക്കെ ചേർന്നിട്ട് ഗംഭീരാക്കിയിട്ടുള്ള പെർഫോമൻസുകളുള്ളൊരു പടമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഡിക്കാപ്രിയോ ആർണി എന്ന് പറയുന്നൊരു ക്യാരക്ടർ അതിൽ ചെയ്തിരിക്കുന്നത്. ശരിക്കും എനിക്ക് ആ സിനിമ കാണുമ്പോൾ അത് ഡിക്കാപ്രിയോ ആണെന്ന് മനസ്സിലായില്ല. പിന്നീട് കാസ്റ്റ് എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഡിക്കാപ്രിയോ ആണ് ഈ വേഷം ചെയ്തിരിക്കുന്നത്. ആ ചെറിയ പ്രായത്തിൽ പുള്ളിക്കാരൻ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ശരിക്കും ഈ പ്രായത്തിൽ പുള്ളി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഓരോ സിനിമയൊക്കെ തന്നെ കാണുമ്പോൾ നമ്മൾ ഒരുമാതിരി ആവുക. അപ്പോൾ ആ സമയത്ത് പുള്ളി എന്ത് രസമായിട്ടാണ് ആ സിനിമയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള. അതുപോലെ തന്നെയാണ് ജോണി ഡെപ്പ്. ഗിൽബർട്ട് എന്ന് പറയുന്ന ഈ സിനിമയുടെ ടൈറ്റിലുള്ള ഗിൽബർട്ട് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആളാണ് ജോണി ഡെപ്പ്. ഗംഭീര ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അതൊരു സ്നേഹം ഉണ്ട്. പുള്ളി റേഡിയേറ്റ് ചെയ്യുന്നൊരു സാധനമുണ്ട്. ഇവർ ഈ സിനിമയിൽ നമുക്ക് മൊത്തത്തിൽ കാണുന്ന ഈ ഒരു 4 സിബ്ലിങ്സിന് അമ്മയോടുള്ളൊരു സ്നേഹവും ഇവർക്ക് പരസ്പരമുള്ളൊരു അറ്റാച്ച്മെൻ്റ്, ഒരു കണക്ഷൻ. ഡിക്കാപ്രിയോ പ്ലേ ചെയ്തിരിക്കുന്ന ആണി എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ പക്ഷേ ഇവൻ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഇവൻ ഭയങ്കര കുസൃതിയാണ്. ഇവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ഒപ്പിക്കും. അപ്പോൾ നമ്മൾ കാണുന്നത് ഇവനോട് ദേഷ്യപ്പെടാതെ ഇവൻ ഇങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറുന്ന സഹോദരങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുക. എസ്പെഷ്യലി ജോണി ഡെപ്പിൻ്റെ ഗിൽബർട്ട് എന്ന ക്യാരക്ടർ ഇവനോട് പ്രകടിപ്പിക്കുന്ന ഒരു സ്നേഹം, ഒരു അറ്റാച്ച്മെൻറ്റ്, അത് നമുക്ക് ആ ഒരു ബ്രദർഹുഡ്, ആ ഒരു സിബ്ലിങ്സിൻ്റെ വൈബ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. മൊത്തത്തിൽ ഈ സിനിമ പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്ലോട്ട് ട്വിസ്റ്റോ ഒരു ആക്ഷൻ സീക്വൻസോ അങ്ങനെ ഒന്നുമില്ല. കുറച്ച് സിബ്ലിങ്സ്, അവരുടെ അമ്മ, അവർ തമ്മിലുള്ളൊരു കണക്ഷൻ, അവരെങ്ങനെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമ കാണിച്ചു തരുന്നത്. അങ്ങനെ സിനിമ ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഹിപ്പി ആയിട്ടുള്ളൊരു ക്യാരക്ടർ നാട്ടിൽ വരും. നാടോടി, അതായത് പുള്ളിക്കാരി ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ നിൽക്കുന്ന ആളല്ല. ഒരു ക്യാരവനൊക്കെ ഉണ്ട്. ഒരിടത്തുനിന്ന് വേറൊരു നാട്ടിലേക്ക് വരും, അവിടെ കുറച്ച് നാൾ താമസിക്കും, എന്നിട്ട് വേറൊരു നാട്ടിലേക്ക് പോകും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുന്നു. ഗിൽബർട്ടായിട്ട് പുള്ളിക്കാരി കണക്റ്റഡ് ആവുന്നു. ഇവർ തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും. അത് നല്ല രസമായിട്ടോ കണ്ടിരിക്കാം. കാരണം ഇവർ രണ്ടുപേരും 2 എക്സ്റ്റെൻഡിലുള്ള വ്യക്തികളാണ്. പുള്ളിക്കാരി ആണെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കാത്ത, ഓരോ ദിവസവും ഒരു അഡ്വഞ്ചർ ആക്കി എടുത്തിട്ട് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി വേറെ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോകുന്നൊരു വ്യക്തിയാണ്. പല ആളുകളെയും പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് പുള്ളിക്കാരി. പക്ഷേ ഗിൽബർട്ട് അവൻ്റെ ലൈഫ് ഫുള്ള് സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിലും ആ ടൗണിലും. അവൻ്റെ 3 സിബ്ലിങ്സും അമ്മയും മാത്രമാണ് അവൻ്റെ ഒരു ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ അവൻ ഈ പെൺകുട്ടിയെ കാണുമ്പോൾ അവൻ്റെ കൗതുകമാണ് തോന്നുന്നത്. അവനും ഇതേപോലെ ലോകം ചുറ്റാനായിട്ട് പോകണം, കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം അവൻ്റെ ലൈഫ് ഏറെക്കുറെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നൊരു വെള്ളം പോലെയാണ്. പ്രത്യേകിച്ച് അവനൊന്നും ചെയ്യാനില്ല. എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ സിബ്ലിങ്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നല്ല രസമായിട്ടാണ് കണ്ടിരിക്കാനായിട്ട്. ഇവരാണ് ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
ആർണിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ അവൻ ജോലിക്ക് പോകുന്നില്ല. ബാക്കി 3 പേരും ജോലിക്ക് പോകുന്നുണ്ട്. 3 പേരും ജോലിക്ക് പോയിട്ടാണ് ഈ വീട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഒരാൾ വീട്ടിൻ്റെ ഭാരം മൊത്തം എടുത്ത് തോളെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു സെറ്റപ്പ് അല്ല. അപ്പോൾ നല്ല രസം അത് കണ്ടിരിക്കുക. ഗിൽബർട്ടിൻ്റെ വീട്ടിൽ തന്നെ ചില കുട്ടികളൊക്കെ സൈക്കിളിലൊക്കെ വന്നിട്ട് ഈ ജനലിൽ കൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ ഇവരുടെ അമ്മയെ ഇങ്ങനെ എത്തി നോക്കും. കാരണം ആ നാട്ടിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വണ്ണമുള്ളൊരു മനുഷ്യനുണ്ട് ആ വീട്ടിലെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം അത് കാണാനായിട്ട്. ഗിൽബർട്ട് ഒരു കൊച്ചിനെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതാ എൻ്റെ അമ്മ വേണേ കണ്ടോളൂ എന്നുള്ള രീതിയിൽ ഗിൽബർട്ടും കാണിച്ചു കൊടുക്കുന്നത്. ഗിൽബർട്ട് അതിനെ ഒരു സാർക്കാറ്റിക് രീതിയിലാണ് തോന്നുന്നു എടുക്കുന്നത്. ഇനി കുറച്ച് സ്പോയിലറാണ്, കാരണം സിനിമയുടെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ സിനിമ 2 തരത്തിലെടുത്തവരുണ്ട്. സിനിമ ഒരു പോസിറ്റീവായ വൈബിലെടുത്തവരുണ്ട്, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വൈബിലെടുത്തിട്ടുണ്ട്. ഏറ്റവും മൂത്തൊരു പെൺകുട്ടിയുണ്ട് കേട്ടോ. പുള്ളിക്കാരിയാണ് ഈ വീട്ടിൻ്റെ 1ാമത്തെ നിലയിൽ അമ്മയ്ക്ക് കിടക്കാനായിട്ട് ഒരു റൂമൊക്കെ സെറ്റ് ചെയ്ത് ബെഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അമ്മയോട് പറയുന്നുണ്ട് മുകളിൽ പോയി കിടക്കാം, അപ്പോൾ അവിടെ നിന്ന് നല്ല വ്യൂ ആണ്, എല്ലാം കാണുകയൊക്കെ ചെയ്യാം, ഒന്ന് നടക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന്. പക്ഷെ അമ്മ അതിനൊന്നും കൂട്ടാക്കുന്നില്ല. അവർക്ക് ആ ഒരു സെറ്റിയിൽ ആ ഒരു സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അവർക്ക് മുകളിലോട്ട് പോകാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. ഈ സിനിമയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ കുറച്ച് സാഡാണോ ഗുഡാണോ എന്നൊക്കെ അതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ്. പല ആളുകൾക്കും പല രീതിയിൽ എടുക്കാൻ പറ്റും. ഈ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആർണി എന്ന് പറയുന്ന കുട്ടിയുണ്ടല്ലോ, ഇവൻ്റെ ബർത്ത്ഡേ വരും. ഇവൻ്റെ ബർത്ത്ഡേ വരുമ്പോഴത്തേക്ക് ഈ അമ്മ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അന്നത്തെ ആ ഒരു ദിവസം അമ്മ വിചാരിക്കും മുകളിലത്തെ മുറിയിലോട്ട് പോകാൻ. അപ്പോൾ ഇവരെല്ലാം ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ട്. ആരും ഒന്നും പറയാതെ അമ്മ പെട്ടെന്ന് ആ സോഫയിൽ നിന്ന് എണീറ്റിട്ട് മുകളിലത്തെ റൂമിലോട്ട് പോയി ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇവരാരെയും പുതിയതായിട്ട് കാണുന്നില്ല എന്ന്. ഗിൽബർട്ട് അന്നത്തെ ദിവസം ഗിൽബർട്ടിൻ്റെ ഈ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മയെ ഒന്ന് കാണണമെന്നുള്ളത് പറയുന്നുണ്ട്, ഞാൻ ഒന്ന് കൊണ്ടുവന്നോട്ടെ എന്ന്. പക്ഷെ അമ്മ പറയും വേണ്ട, കാണണ്ടാണ്. പക്ഷേ എനിവേ ഗിൽബർട്ട് ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് കാണിക്കുകയും ഇവർ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നല്ല രസമാണ്, കാരണം പുള്ളിക്കാരി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരുടെ മക്കളല്ലാതെ വേറൊരാളോട് സംസാരിക്കുന്നതാണ്. അത് നല്ല രസമുള്ളൊരു മൊമെൻ്റാണ്. പിന്നെ സിനിമയിൽ സംഭവിക്കുന്നതാണ് കുറച്ച് സാഡായിട്ടുള്ളൊരു കാര്യം. എന്താണെന്ന് വെച്ചാൽ അന്ന് ആ ഹാപ്പി ബർത്ത്ഡേയുടെ ദിവസം, അന്നത്തെ ദിവസം പുള്ളിക്കാരി അമ്മ മരിച്ചു പോവുകയാണ്. ഇപ്പം മരിച്ചു പോയതിന് ശേഷം ഇവർക്ക് ഈ അമ്മയെ ബറി ചെയ്യണം, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ബറിയൽ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ അമ്മ 1ാമത്തെ നിലയിലെ റൂമിൽ പോയി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല വെയിറ്റാണ്, നല്ല വണ്ണമാണ്. അപ്പോൾ ഇവരെ ഈ കുട്ടികൾ 4 പേര് പിടിച്ചതെന്ന് ഇവരെ താഴോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. പോലീസുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഒരു ക്രെയിൻ ഉപയോഗിച്ച് മാത്രമേ ഈ അമ്മയെ മുകളിൽ നിന്ന് 1ാമത്തെ നിലയിൽ നിന്ന് താഴേട്ട് കൊണ്ടുവന്നിട്ട് ഇവർക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ബറിയൽ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ അവരതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ആ നാട്ടിലൊരു ചർച്ചയായിട്ട് മാറും. ഈ ക്രെയിനൊക്കെ വെച്ച് അമ്മയെ താഴെ ഇറക്കുന്നത് കാണാനായിട്ട് ആളുകൾ കൂടും. അത് അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. അവർക്കെന്നല്ല, ആർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. മരിക്കുമ്പോഴും അമ്മയെ കാണാനായിട്ട് ഇങ്ങനെ കൗതുകത്തോടെ ആളുകൾ വരുന്നത് അവർക്കൊരു വിഷമം പോലെ അവർക്ക് ഫീൽ ചെയ്തിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിലെ ഫർണിച്ചർ, അവർക്ക് ആവശ്യമായ ഫർണിച്ചർ എല്ലാം അവരുടെ അടുത്ത് പുറത്തിട്ടിട്ട് ആ വീട് മൊത്തത്തിൽ, ആ വീടും അവരുടെ അമ്മയും എല്ലാം കൂടെ അവർ ബേൺ ചെയ്യുകയാണ്, ഫുള്ളായിട്ട് ബേൺ ചെയ്ത് കളയുകയാണ്. അവരങ്ങനെയാണ് ചെയ്തത്. അവർക്കതായിരിക്കും ശരിയായിട്ട് തോന്നിയത്. നമുക്കറിയില്ലല്ലോ വേറൊരാളുടെ അവസ്ഥ എങ്ങനെയാണെന്ന്. പക്ഷെ എനിക്ക് തോന്നിയത് അവരങ്ങനെ ഒരു ഇൻസെക്യൂർ ആവേണ്ട ഫീലില്ല. അമ്മ അങ്ങനെയാണ്, അതായിരുന്നു അമ്മയുടെ ഒരു മനസ്സിൻ്റെ വലിപ്പം എന്ന് മനസ്സിലാക്കി, ആ ഒരു സ്നേഹം മനസ്സിലാക്കി അവർക്ക് ക്രെയിനോ എന്തോ ഉപയോഗിച്ച് അവരെ കൊണ്ടുവന്നൊരു പ്രോപ്പർ ബലിയിൽ കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. ബട്ട് സിനിമ അങ്ങനെ അവർ ചെയ്ത ശരിയാണ്, അവർ ചെയ്ത തെറ്റാണ് അങ്ങനെയൊന്നും കാണിക്കുന്നില്ല കേട്ടോ. സിനിമ ഒരു ന്യൂട്രൽ സ്റ്റാൻസിലാണ് പോകുന്നത്. എങ്ങനെ എടുക്കാം. എനിവേ അവർ ഭയങ്കര സ്നേഹത്തോടെ ആ ഒരു ബറിയൽ കൊടുക്കുന്നു. അവർക്കെല്ലാവർക്കും ഒരു റിലീഫ് പോലെ തോന്നുന്നു. അമ്മയ്ക്കും ഒരു പ്രോപ്പർ ബറിയൽ കിട്ടിയ പോലൊരു റിലീഫ് അവർക്ക് എല്ലാവർക്കും തോന്നുന്നു. പിന്നെ ഇവർ ഓരോ വഴിക്ക് പോവുകയാണ് ചെയ്യുക. കാരണം പിന്നെ അവർക്ക് അവിടെ നിന്നിട്ടൊരു കാര്യമില്ല, അവർക്കൊന്നും ചെയ്യാനുമില്ല ആ നാട്ടിൽ. ഈ പെൺകുട്ടികൾ 2 പേരും സിറ്റിയിലേക്ക് ജോലിക്കും പഠിത്തത്തിനൊക്കെ ആയിട്ട് പോകുന്നു. ഗിൽബർട്ടും ആർണി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഹിപ്പി ആയിട്ടുള്ള പെൺകുട്ടി ഉണ്ടല്ലോ, അപ്പോൾ ഇവളുടെ കൂടെ നാട് ചുറ്റാനായിട്ട് പോവുക. പിന്നെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ നാട് ചുറ്റാൻ പോകാനായിട്ടുള്ള. അങ്ങനെ ഗിൽബർട്ടിൻ്റെ ഒരു ഭാരം ഇറങ്ങി എല്ലാ ബാധ്യതകളും ഇറക്കി വെച്ച് ഗിൽബർട്ട് ഫ്രീ ആയിട്ട് പോകുന്നതായിട്ട് കാണിച്ചാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. എനിവേ ഇറ്റ്സ് എ വെരി ഫീൽ ഗുഡ് പടം. നമുക്ക് കണ്ടിരിക്കാൻ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു പടമാണ്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വേറൊരു സിനിമയായിട്ട് കാണാം. ബൈ.